നമ്മുടെ നാട്ടിൽ പൂജകൾക്കും ഹൈന്ദവ ആചാരങ്ങൾക്കും പ്രധാനമായും ഉപയോഗിക്കുന്ന ഒന്നാണ് കർപ്പൂരം. കർപ്പൂരം ഒരു പ്രാവശ്യമെങ്കിലും ഉപയോഗിച്ചവർ ഉണ്ട് എങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്നാൽ ഈ കർപ്പൂരം മരത്തിൽ നിന്നാണോ ഉണ്ടാകുന്നത് അതോ കെമിക്കലുകൾ ചേർത്താണോ ഉണ്ടാക്കിയെടുക്കുന്നത്? നിങ്ങളുടെ അറിവ് എന്താണ്? എന്നാൽ ഒറിജിനൽ കർപ്പൂരം ഉണ്ടാക്കിയെടുക്കുന്നത് കാമ്പൽ ലോറൽ എന്ന ഈ മരത്തിൽ നിന്നുമാണ്. ഇനി നമുക്ക് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഈ മരത്തിൽ നിന്ന് എങ്ങനെയാണ് കർപ്പൂരം ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. മരം വെട്ടിയെടുത്ത് വലിയ ഫാക്ടറികളിലേക്ക് കൊണ്ടുപോകുന്നു. ഇവിടെ വെച്ച് വീണ്ടും മരം ചെറിയ പീസുകളായി കട്ട് ചെയ്ത് എടുക്കപ്പെടുന്നു. ചെറുതായി മുറിക്കപ്പെട്ട ഈ തടികളുടെ തൊലി നീക്കം ചെയ്ത ശേഷം ഇതുപോലെ കറങ്ങുന്ന മെഷീനുകൾ ഉപയോഗിച്ച് ഇവയെ ചെറിയ പീസുകളായി മാറ്റിയെടുക്കുന്നു. ഇങ്ങനെ ചെറുതായി മുറിക്കപ്പെടുന്ന ഈ മരത്തിൻ്റെ പീസുകൾക്ക് പോലും വശ്യ സുഗന്ധമായ കർപ്പൂരത്തിൻ്റെ ഗന്ധമായിരിക്കും ഉണ്ടായിരിക്കുക. മുറിച്ചെടുത്ത ഈ ചെറിയ കഷ്ണങ്ങൾ ഒരു വലിയ പാത്രത്തിൽ നിറയ്ക്കുന്നു. പിന്നീട് ഇതിൽ വെള്ളം നിറച്ച ശേഷം നന്നായി ചൂടാക്കുന്നു. പാത്രത്തിൻ്റെ മുകൾ ഭാഗം വായു കയറാത്ത രീതിയിൽ അടച്ചിരിക്കും. പിന്നീട് തീ കൊളുത്തുമ്പോൾ വെള്ളം നല്ലപോലെ ചൂടാകുന്നു. നല്ല രീതിയിൽ വെന്തുവരുന്ന കർപ്പൂരത്തടികളിൽ ഉയർന്നു വരുന്ന നീരാവി തണുപ്പിച്ചെടുക്കുമ്പോൾ ഇതുപോലെ വെള്ള നിറത്തിലുള്ള കർപ്പൂരമാണ് ലഭിക്കുന്നത്. നീരാവി തണുപ്പിച്ചെടുക്കുമ്പോൾ കർപ്പൂരം മാത്രമല്ല ലഭിക്കുന്നത്, അതിൽ നിന്നും ലഭിക്കുന്ന മറ്റൊരു പ്രൊഡക്റ്റാണ് കർപ്പൂര എണ്ണ. കർപ്പൂര എണ്ണകൾക്ക് ഒട്ടനവധി ഔഷധ ഗുണങ്ങൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ശരീരവേദനയ്ക്കും ബാമുകൾ ഉണ്ടാക്കുന്നതിനും ഇവ ഉപയോഗിക്കുന്നുണ്ട്. കർപ്പൂരം എണ്ണയിൽ മിക്സ് ചെയ്ത് കിടക്കുന്നുണ്ടാവും. ഇവ അരിപ്പ ഉപയോഗിച്ച് കോരിയെടുത്ത് അരിച്ചെടുക്കുന്നു. പിന്നീട് കംപ്രസ് ചെയ്യുന്ന മെഷീനുകൾ ഉപയോഗിച്ച് ഇതിൽ നിന്നും അവസാന തുള്ളി എണ്ണയും വേർപെടുത്തി എടുക്കുന്നു. അങ്ങനെ വെള്ള നിറത്തിലുള്ള വലിയ കർപ്പൂര കട്ടകളാണ് നമുക്ക് ലഭ്യമാകുന്നത്. പിന്നീട് ഈ കട്ടകൾ മെഷീൻ ഉപയോഗിച്ച് നല്ലപോലെ പൊടിച്ചെടുക്കുന്നു. അങ്ങനെ കർപ്പൂരപ്പൊടി തയ്യാറാക്കിയെടുക്കുന്നു. എന്നാൽ നമുക്ക് വിപണിയിൽ വാങ്ങാൻ ലഭിക്കുന്നത് പല വലുപ്പത്തിലുള്ള കർപ്പൂര കട്ടകളാണ്. ഇവ എങ്ങനെയാണ് നിർമ്മിച്ചത് എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കർപ്പൂരത്തിൻ്റെ പൊടികൾ ഇതുപോലുള്ള മെഷീനിലേക്ക് ഇട്ടുകൊടുക്കുമ്പോൾ നമ്മളുടെ ആവശ്യത്തിനുള്ള വലിപ്പത്തിനനുസരിച്ച് ഇത് ചെറിയ ചെറിയ കട്ടകളായി ഇതുപോലെ മുറിച്ചെടുക്കുന്നു. പിന്നീട് ഇവ പാക്ക് ചെയ്ത് വിപണികളിലേക്ക് എത്തിക്കുന്നു. മെഷീനിൽ നമുക്ക് ആവശ്യത്തിനുള്ള വലിപ്പത്തിൽ ഇവയുടെ വലിപ്പം ക്രമീകരിച്ച് കട്ട് ചെയ്യാവുന്നതാണ്. കർപ്പൂരം നിർമ്മിച്ചെടുക്കുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.